ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്ത് മറിയം 5, 6, 7 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. വഇന്നീ ഖിഫ്തുൽ മവാലി വഇന്നീ, ഈ പദത്തിലെ നൂൻ മുഷദ്ദദ, ശ്രദ്ധ നൽകപ്പെട്ട നൂനിനെ ഉന്നത്ത് ചെയ്ത് 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. വഇന്നീ ഖിഫ്തു, ഖിഫ്തു എന്ന പദത്തിലെ ഖാഇന് തഫ്ഖീം ചെയ്യണം. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്, എന്നാൽ ഏറ്റവും കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് അതിന് നൽകപ്പെടുക, കാരണം അതിന് കസ്റ ഉള്ളതുകൊണ്ട്. ഖിഫ്തുൽ മവാലിയ, അൽ മവാലിയ എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വാവിൻ്റെ ഉച്ചാരണം കൃത്യമായി 2 ചുണ്ടുകളിൽ നിന്ന് വരണം. ഖാഇൻ്റെ തഫ്ഖീം ചെയ്യേണ്ട കാര്യം സൂചിപ്പിച്ചുവല്ലോ. ശേഷം എല്ലാ ഹർഫുകളും തർക്കീഖിൻ്റേതാണ് എന്നതും ശ്രദ്ധിക്കുക. ഇവിടെ ഖാ മാത്രമാണ് തഫ്ഖീം ചെയ്തുച്ചരിക്കണം, ഏറ്റവും കുറഞ്ഞ തഫ്ഖീമാണ് എന്ന് നാം പറഞ്ഞു. എന്നാൽ ബാക്കി എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെ ഹർഫുകളായതുകൊണ്ട് തർക്കീഖ് ചെയ്തുച്ചരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ വഇന്നീ ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ, മിൻ വറാഇ, ഇവിടെ മിൻ എന്നതിലെ സാക്കിനത്തായ നൂനിനെ ശേഷമുള്ള വാവിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന. മിൻ വറാഇ, വറാഇ, ഈ പദത്തിലെ റാഇൻ്റെ ഉച്ചാരണം തടിപ്പിച്ചുകൊണ്ട് തഫ്ഖീം ചെയ്തുകൊണ്ടായിരിക്കണം. റാഇ തഫ്ഖീമിൻ്റെ ഹർഫാണ്. കൂടാതെ ആ റാഇനെ ദീർഘിപ്പിക്കുന്ന ദീർഘം, ആ ദീർഘത്തിലും തഫ്ഖീം നിലനിർത്തണം. ആ ദീർഘമാകട്ടെ മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ്. അലിഫിനെ 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധവുമാണ്. അപ്പോൾ മിൻ വറാഇ വകാനത് ഇംറഅതി, വകാനത് ഇംറഅതി, ഇതിൽ വകാനത് എല്ലാം ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണെന്ന് സൂചിപ്പിച്ചതുപോലെ ഇവിടെയും തർക്കീഖ് ചെയ്ത് നേർപ്പിച്ചുകൊണ്ടാണ് ഈ അക്ഷരങ്ങളെയൊക്കെ ഉച്ചരിക്കേണ്ടത്. വകാനത്, ഈ പദത്തിലെ കാഫ്, അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫ്, ഈ അലിഫിനൊക്കെ തർക്കീഖാണ്. അലിഫ് എന്ന അക്ഷരം, ദീർഘാക്ഷരമായ അലിഫ് തഫ്ഖീമിലും തർക്കീഖിലും ദീർഘിപ്പിക്കപ്പെടുന്ന അക്ഷരത്തെ പിന്തുടരുന്നതാണ് എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വകാനത് ഇംറഅതി, ഇവിടെ വകാനത് എന്ന താ സാക്കിനത്തായിരുന്നു. ശേഷം ഉച്ചരിക്കപ്പെടുന്ന മീമിനും സുക്കൂനുണ്ട്. ഇങ്ങനെ 2 സുക്കൂനുകൾ ചേർന്ന് വരികയാണ്. ഇൽത്തിഖാഉ സാക്കിനൈൻ സംഭവിക്കുന്നു എന്ന കാരണത്താൽ തായിന് ഹറക്കത്ത് കൊടുത്ത് അത് പരിഹരിക്കുകയാണ്. തായിന് കസ്റ നൽകി വകാനത് ഇംറഅതി എന്ന് വായിക്കുന്നു. ഇംറഅതി എന്ന പദത്തിലെ സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത്. റാഇന് തഫ്ഖീം കൊടുക്കണം. റാഇന് മാത്രമേ തഫ്ഖീം പാടുള്ളൂ. ശേഷമുള്ള ഹർഫുകളിലൊന്നും തഫ്ഖീം ഉണ്ടാവരുത്. തർക്കീഖ് ചെയ്താണ് ഉച്ചരിക്കേണ്ടത് ബാക്കിയുള്ള അക്ഷരങ്ങളെ. അപ്പോൾ വകാനത് ഇംറഅതി, വകാനത് ഇംറഅതി ആഖിറൻ ഫഹബലി, ആഖിറൻ, ഈ പദത്തിൽ ഖാഫിന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാഇൻ്റെ ഹർഫായ ഖാഫ് മക്സൂറത്താണ്, കസ്റ നൽകപ്പെട്ടതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം ഖാഫിന് കൊടുക്കുക. ശേഷം റാ ഉണ്ട്, റാഉം തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. ആഖിറൻ ഫഹബലി, റൻ എന്നതിലെ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മറച്ചു മണിക്കുകയാണ് വേണ്ടത്. ആഖിറൻ ഫഹബലി, ഫഹബ്, ഈ പദത്തിൽ ബാഇന് സുക്കൂൻ വരുന്നുണ്ട്.
ഖൽഖല സുഗ്റ നൽകി ബാഇൻ്റെ സുക്കൂനിനെ ഹറക്കത്ത് പോലെ വ്യക്തമാക്കി ഉച്ചരിക്കണം. ആഖിറൻ ഫഹബ്ലി മിൻ ലദുൻക മിൻ എന്നതിലെ സാക്കിനത്തായ നൂൻ ശേഷമുള്ള ലാമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗൈരി ഗുന്ന. ലദുൻക ഈ പദത്തിൽ സാക്കിനത്തായ നൂനും ശേഷം ഖാഫുമാണ്. ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് മറച്ചു മണിച്ചാണ് നൂനിനെ ഉച്ചരിക്കേണ്ടത്. അപ്പോൾ മില്ലദുൻക വലിയ വാവുകളുടെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ട് ചുണ്ടിൽ നിന്ന് തന്നെ വരണം എന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു. യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ്. യരിസുനി വയരിസു ആവർത്തിച്ച് വരുന്ന രണ്ട് പദങ്ങൾ. യരിസുനി റാഇന് തർക്കീഖാണ്, മക്സൂറത്തായതുകൊണ്ട് സാഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗവും മേലെ മുൻപല്ലിൻ്റെ അറ്റവുമാണ് സാഇൻ്റെ ഉച്ചാരണം, മഖ്റജ്. യരിസുനി വയരിസു മിൻ ആലി. ഇവിടെ സാക്കിനത്തായ നൂൻ ശേഷം ഹംസ ഇൽഹാർ ഹൽക്കി നൽകി നൂനിനെ മണിക്കാതെ വെളിവാക്കണം. മിൻ ആലി യഅഖൂബ്. ഇവിടെ മിൻ ആലി എന്ന് ഹംസ ക്ലിയർ ആവാതെ പോരുത്. ഹംസ ഷിദ്ദത്തിൻ്റെ ഹർഫാണ്. മിൻ ആലി എന്ന് മുറിച്ച് ക്ലിയറാക്കി വ്യക്തമാക്കി ഉച്ചരിക്കുക. യഅഖൂബ് ആയിന് ഹൽക്കിയ മറ്റൊരക്ഷരം വ്യക്തമാക്കി അതും ഉച്ചരിക്കുക. ഖാഫ് തഫ്ഖീമിൻ്റെ ഹർഫാണ്, ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽ പെട്ടതാണ്. യഅഖൂബ് ബായിൽ വഖഫ് ചെയ്യുന്നു. ഖൽഖല കുബ്ര നൽകി ശബ്ദം വളരെ വ്യക്തമായി ചലിപ്പിച്ച ഹറക്കത്ത് പോലെ കേൾപ്പിച്ചുകൊണ്ട് വഖഫ് ചെയ്യുക. യഅഖൂബ് വജ്അൽഹു റബ്ബി റദിയ. വജ്അൽഹു ഈ പദത്തിൽ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. വജ്അൽഹു ഇതിലുള്ള സാക്കിനത്തായ ലാം ഇൽഹാർ ചെയ്യേണ്ട ഹർഫാണ്. ശേഷം ഹ വരുന്നുണ്ട്. ഹായിനെ ദീർഘിപ്പിക്കാതെ ഉച്ചരിക്കുകയാണ് വേണ്ടത്, കാരണം തൊട്ടുമുമ്പിൽ സുക്കൂനുള്ളതുകൊണ്ട്. വജ്അൽഹു റബ്ബി റാഇൻ തഫ്ഖീം കൊടുക്കുക. റദിയ വീണ്ടും റാഇ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. ضادന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക കസ്റായതുകൊണ്ട്. വജ്അൽഹു റബ്ബി റദിയ യാ സക്കരിയ. ഇവിടെ യാ സക്കരിയ ഈ പദത്തിൻ്റെ അന്ത്യത്തിൽ വരുന്ന ദീർഘം മദ് മുൻഫസിൽ വാജിബ്, മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. മദ് മുൻഫസിൽ ജായിസ് അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. യാ സക്കരിയ ഇന്ന. സക്കരിയ എന്ന പദത്തിൻ്റെ അന്ത്യത്തിലുള്ള അലിഫ്. എന്നാൽ അടുത്ത പദത്തിൻ്റെ ആരംഭത്തിലാണ് ഹംസ എന്നതുകൊണ്ടാണ് മദ് മുൻഫസിൽ എന്നതിന് പേര് പറഞ്ഞത്. വേർപിരിഞ്ഞു വന്നിരിക്കുകയാണ് അലിഫും ശേഷം ഹംസയും. ഇവിടെ ദീർഘം ഒഴിവാക്കി തബീഇയ ദീർഘം മാത്രം നൽകി യാ സക്കരിയ ഇന്ന എന്ന് പാരായണം ചെയ്യാനും അനുവാദമുണ്ട്. ഇന്ന നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ശ്രദ്ധ നൽകപ്പെട്ട നൂൻ 2 ഹറക്കത്തിൻ്റെ അളവിൽ ഗുന്ന നൽകണം. ഇന്ന നുബശ്ശിറുക റാഇന് തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കണം. മദ്മൂമത്തായ റാ. നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. ഇവിടെ ബിഗുലാം ഗൈനിന് തഫ്ഖീം കൊടുക്കണം, ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. ബിഗുലാമിൻ ഈ പദത്തിൻ്റെ അന്ത്യത്തിൽ തൻവീനുണ്ട്.
തൻവീനിൻ്റെ അന്ത്യത്തിൽ നാം അഥവാ അതിൻ്റെ ഉച്ചാരണം ശബ്ദം വരുന്നത് സാക്കിനത്തായ നൂനായിക്കൊണ്ടാണ്. ബിഗുലാമിൻ. ഈ സുക്കൂൻ ഒരു സുക്കൂനുള്ള അക്ഷരമായി നാം മനസ്സിലാക്കുകയും ഇസ്മുഹു എന്ന പദത്തിൽ സീനിൻ്റെ സുക്കൂൻ വരികയും ഇങ്ങനെ രണ്ട് സുക്കൂനുകൾ തുടരെയായി ഉച്ചാരണത്തിൽ വരുന്നു എന്ന കാരണത്താൽ ബിഗുലാമിൻ എന്ന തൻവീനിൽ ഉച്ചരിക്കുന്ന സാക്കിനത്തായ നൂനിൻ്റെ സുക്കൂനിനെ കസ്റാക്കി, മക്സൂറത്താക്കി, കസ്റ നൽകി ബിഗുലാമിനിസ്മുഹു എന്നുച്ചരിക്കണം. ബിഗുലാമിനിസ്മുഹു യഹ്യ. ഇസ്മുഹു എന്നതിലെ ളമീറിനെ 2 ഹറക്കത്തിൻ്റെ അളവിൽ മദ്ദുസ്സിലത്തി സുഗ്റ നൽകി ദീർഘിപ്പിക്കുക. ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമയ്യ. ലം നജ്അൽ, ലം എന്നതിലെ സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. നജ്അൽ എന്ന പദത്തിൻ്റെ അന്ത്യത്തിൽ സാക്കിനത്തായ ലാം, ശേഷം മുതഹറിക്കത്തായ ലാം, 2 ലാമും ഒന്നാക്കി ഒറ്റ മുഷദ്ദദത്തായ ലാമാക്കി ഉച്ചരിക്കുക, ഇദ്ഗാം ചെയ്യുക. ലം നജ്അൽ ലഹു, ലഹു എന്നതിലെ ളമീറിന് മദ്ദുസ്സിലത്തി സുഗ്റ നൽകി 2 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ലം നജ്അൽ ലഹു മിൻ ഖബ്ലു, മിൻ എന്നതിലെ സാക്കിനത്തായ നൂനിനെ ശേഷമുള്ള ഖാഫിലേക്ക് ഖാഫ് വന്നതുകൊണ്ട്, ശേഷം ഖാഫ് വന്നതുകൊണ്ട് ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിക്കണം. മണിക്കലിൽ തഫ്ഖീമാണ് വേണ്ടത്. ശേഷം ഖാഫ് തഫ്ഖീമിൻ്റെ ഹർഫാണ് എന്നതുകൊണ്ട് മിൻ എന്നിങ്ങനെ മണിച്ചിൽ തഫ്ഖീമോടുകൂടി മണിച്ച് ഉച്ചരിക്കണം. മിൻ ഖബ്ലു, ഖബ്ലു എന്നതിലെ ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമയ്യ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله رب رضيا. يا زكريا إنا نبشرك بغلام اسمه يحيى لم نجعل له من قبل سميا.